എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നന്ദു ഇങ്ങനെ കോടതിക്കുള്ളിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ശരവണൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നയന നവിയോട് പറയുന്നുണ്ട് കേട്ടോ സൂപ്പർ എന്നൊക്കെ. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, നീ ദിവസവും മസാജ് സെൻറ്ററിൽ പോണ നിനക്ക് ഈ രേണുവിനെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലേ? അപ്പോൾ നീ ഈ മസാജ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് എവളെ കാണുമ്പോൾ നീ എന്ത് ചെയ്യുക, കണ്ണ് പൊത്തിക്കളയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നീ പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലെന്നും പെൺകുട്ടികളുടെ നേരെ മോശമായിട്ടൊന്നും പ്രവർത്തിക്കില്ലെന്നൊക്കെയല്ലേ നീ നേരത്തെ പറഞ്ഞത്. 2021 ഡിസംബർ 25 നിന്നെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? വേറെ ഒന്നിനുമല്ലല്ലോ, ഒരു പെൺകുട്ടിയെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് കിസ് ചെയ്തതിന് അല്ലേ? ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ കൂടെ. എന്നിട്ട് പോലും നീ ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ അമ്മ പറയുണ്ടായിരുന്നു, നീ നിരന്തരം ആ കുട്ടിയെ ശല്യം ചെയ്യുകയാണെന്നും ഉപദ്രവിക്കുകയാണെന്നൊക്കെ. അങ്ങനെയല്ലേ നീ അറസ്റ്റായത്? അങ്ങനെയുള്ള നീയാണോ ഈ കേസിൽ നല്ല മാന്യനായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു എടുത്തിട്ട് ശരവണനെ നല്ല രീതിയിൽ കുടയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് ശരവണൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നന്ദു എടുത്തിട്ട് ശരവണനെ കുടയുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ വേണുവൊക്കെ ഇരുന്ന് വേർക്കുന്നുണ്ട് കേട്ടോ, ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ ഐയും അതുപോലെ തന്നെയാണ്, അവർക്ക് ഭയങ്കര ഒരുമാതിരി നാണക്കേടായി പോകുന്നുണ്ട് നന്ദു ഇത്ര ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് കേസ് വാദിക്കുന്നത് കണ്ടിട്ട്. കൊടും കുറ്റവാളിയും പ്രതിയുമായ ഒരാളാണ് എനിക്ക് വേണ്ടിയിട്ട് കള്ളക്കേസിൽ പരാതി കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കോടതിയിൽ നന്ദി വാദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും ക്യാമറയുള്ള കാലഘട്ടവുമാണ് എന്ന് പറയുന്നത്. എനിക്ക് നിരപരാധിയെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എവിഡൻസ് ഇവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇന്ന് ഷോക്ക് അടിച്ചിരിക്കുകയാണ് എന്ത് തെളിവാണെന്നൊക്കെ ഉള്ളതിൽ. അന്ന് ആ സ്ഥലത്ത് നടന്ന ദൃശ്യങ്ങളൊക്കെ ഒരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ദൃശ്യങ്ങൾ ജഡ്ജിന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഇങ്ങനെ പറയുന്ന സമയത്ത് മാരാർ വക്കീൽ നന്ദുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാരാർ വക്കീലിൻ്റെ കയ്യിലാണ് അതുള്ളത്, പെൻഡ്രൈവ് ഉള്ളത്. അപ്പോൾ മാരാർ വക്കീൽ ഇവിടെ കോടതിയിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജഡ്ജി ലാപ്പിലിട്ട് കാണുകയും ബാക്കിയുള്ളവരെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സത്യാവസ്ഥ അപ്പോൾ തന്നെ ബോധ്യമാവുന്നുണ്ട്. ഈ പെൻഡ്രൈവിന് ഈ മാരാർക്ക് കിട്ടിയത് വേറൊരാൾ കൊടുത്തിട്ടാണ് കേട്ടോ. അത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിയും പിന്നെ ആ ചാനലിൽ റിപ്പോർട്ടർ ഉണ്ടല്ലോ അവർ, അപ്പോൾ ആ റിപ്പോർട്ടറും കൂടെ ചേർന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവർ അന്വേഷിച്ച് അവിടെയുള്ള CCTVയിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കുകയും അതിൽ നിന്ന് ആ പെൺകുട്ടി എന്ത് ചെയ്യുകയാണ്, അത് ദേവയാനിക്ക് പെൻഡ്രൈവിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ദേവയാനി കൊടുത്ത ആ പെൻഡ്രൈവ് മാരാറ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് വന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടിങ്ങനെ ദേവേനി പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ്, അവൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇറങ്ങി നടന്നത്. അവളെ SI യൂണിഫോം ഇട്ട് നടക്കേണ്ട ഒരു കുട്ടിയാണ്, അവളല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി കേസ് ജയിക്കുമെന്നുള്ളത് ഉറപ്പല്ലേ, എന്തായാലും ഇനി തോക്കില്ലല്ലോ ഒക്കെ. ഇനി ആ പെൺകുട്ടി കള്ളമൊഴി കൊടുത്താൽ പോലും ഇത് ദൃശ്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് ഒരിക്കലും നന്ദു ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ പറയാണ്. അപ്പം മാരാറ് പറയാണ്, അതെ ഇനി ഈ തെളിവ് ഉണ്ടെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ മാരാറും പറയുന്നുണ്ട്. അപ്പോൾ മാരാർ ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, എന്തിനാ നീ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത്, പുറത്ത് വന്നൂടെ, രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്, അത് പുറത്ത് വരാറായിട്ടില്ല, ആ വരാറ് സമയമാവുമ്പോൾ ഞാൻ അറിയിക്കാമെന്നൊക്കെ ഇങ്ങനെ മാരാറിൻ്റെ അടുത്തും നല്ല സന്തോഷമായിട്ട് പറഞ്ഞിട്ട് ദേവയാനി പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മാരാർ കോടതിയിലിരുന്ന് ഓർമ്മിക്കുന്നതാണ്, അതായത് പെൻഡ്രൈവ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഓർമ്മിക്കുന്ന സീനാണ് കേട്ടോ. അത് ഒന്നും ചെയ്തിട്ടില്ലെന്നും നന്ദുവിനെ കുടുക്കിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ജഡ്ജി പോലീസുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും ലോക്കപ്പിനുള്ളിൽ കിടന്നുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് പോലും പുറത്തുള്ള താൻ അവിടം വരെ ഒന്ന് പോയി അന്വേഷിക്കുകയും ഒന്നും ചെയ്യാതെ എങ്ങനെയാണോ താൻ ഒരു SI ആവുന്നതെന്നൊക്കെ ഇങ്ങനെ SIക്ക് നല്ലൊരു വഴക്കുപോലെ ജഡ്ജി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ SI ഇത് കേട്ടിട്ട് തല കുനിച്ചിങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയാണ്, എൻ്റെ ഭാഗത്ത് വേറൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ബോധ്യമാണെങ്കിൽ എന്നെ വെറുതെ വിടണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ജഡ്ജി പറയുന്നുണ്ട്, ഇതിൽ പ്രത്യേകിച്ച് വിധി പറയാനുള്ള ഒരു കാര്യമില്ല, കാര്യം ഇത് തെളിവായിട്ടും ഉണ്ടല്ലോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, അതുകൊണ്ട് നന്ദുവിനെ ഇങ്ങനെ വെറുതെ വിടുകയാണെന്നൊക്കെ ഇങ്ങനെ ജഡ്ജിയും ബാധിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ശരവണൻ കോട്ടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോൾ പറയാണ്, താൻ എവിടെ പോവാ, താൻ എങ്ങും പോകണ്ട, അവിടെ നിൽക്കുക, അതുപോലെ തന്നെ രേണു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട്.
അന്വേഷണം ജഡ്ജി പറയുന്നുണ്ട്, ഇപ്പോൾ നടന്ന അന്വേഷണം തെറ്റായ രീതിയിലാണ് അന്വേഷണം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ മാറ്റിയതിന് ശേഷം സ്ഥലം സിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് നല്ല കൃത്യമായിട്ടുള്ള മറുപടി കിട്ടണമെന്നും കേസ് സത്യസന്ധമായി തെളിയണമെന്നൊക്കെ ഇതിൽ ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്നൊക്കെ കണ്ടെത്തണമെന്നൊക്കെ ഇങ്ങനെ കോടതി വിധിക്കുകയാണ് കേട്ടോ. നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയുന്ന സമയത്ത് നയനയ്ക്കും നവിക്കൊക്കെ ഭയങ്കര സന്തോഷമാവേണം കേട്ടോ. അവർ അത്രയും നേരം ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നതല്ലായിരുന്നോ. അടുത്തതായിട്ട് കോടതി മുറിയുടെ പുറത്താണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയം അവരിവിടെ വെളിയിലിറങ്ങി ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്തേക്ക് മാരാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പം മാരാറ് വക്കീൽ വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, വളരെയധികം നന്ദിയുണ്ട് സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ലോക്കപ്പിനുള്ളിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ഉണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദുവിനെക്കുറിച്ച്. എന്നിട്ട് പറയാണ്, സാറിൻ്റെ ഫീസ് എത്രയാ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുകയാണ്. അപ്പം വക്കീൽ പറയാണ്, നിങ്ങളെ കേസിന് ഫീസൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ പറയാണ്, സാറിന് ഞങ്ങളെ അറിയില്ലല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. കാരണം നിങ്ങളെ അറിയില്ലെങ്കിലും എനിക്ക് കേസ് ഏറ്റെടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഏറ്റെടുക്കും, അത് ചെയ്യും. നിങ്ങൾക്ക് ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും നന്ദു നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് വക്കീലും അങ്ങ് പോവുകയാണ് കേട്ടോ. അതിനുശേഷം നവ്യ പറയുന്നുണ്ട്, വാ നമുക്ക് പോവാം, വീട്ടിൽ പോവാം, അമ്മ നോക്കിയിരിക്കുകയായിരിക്കും, അവരൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, എങ്ങനെയായിരുന്നു നമുക്ക് വീട്ടിൽ പോകാം, പക്ഷേ ഞാൻ ഇവിടെ കാണേണ്ടവരെ കണ്ടിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വേണു അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കര ചിരിച്ചിട്ടാണ് ഇറങ്ങി, ഒരു കള്ളച്ചിരിയോടെയാണ് വരുന്നത് കേട്ടോ. ഓ മോള് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, എന്തായാലും മോള് ഇവിടെ രക്ഷപ്പെട്ടെന്ന് കാണാനാണ് ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയാണ്, താൻ എന്തിനാണ് വന്നതെന്നൊക്കെ എനിക്കറിയാം, എന്നെ ജയിലിൽ കൊണ്ടുപോകുന്ന കാഴ്ച കാണാനല്ലേ വന്നത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരാരായാലും ഞാൻ വെറുതെ വിടാനും പോകണില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം നവ്യ പറയണം, ഇനി മോള് വരുന്നത് SC ആയിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് രേണുവും മറ്റേ ആ ശരവണനും ഇറങ്ങി വരികയാണ് കേട്ടോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദാ ഇവരാണ് പ്രതികളെന്നൊക്കെ ഇങ്ങനെ വേണു പറയുകയാണ്. അവരിനിയിപ്പം ശിക്ഷിക്കപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉഴപ്പം മട്ടിൽ വേണു അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയം ഇവരെ മുന്നിലേക്ക് രേണുകയും അതേപോലെ ശരവണനും വരികയാണ് കേട്ടോ. അപ്പം നന്ദു കൈകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ പോവയാ, നിങ്ങളെ ഈ കേസിലോട്ട് വലിച്ചു ഈ പോയ അയാളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി എൻ്റെ മോള് വരുന്നത് SI ആയിട്ടായിരിക്കും വരുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ അവൾ നല്ല രീതിയിലുള്ള മറുപടി തരുക തന്നെ ചെയ്യും എന്ന് പറയും. അപ്പോൾ നന്ദു പറയാണ്, നിങ്ങൾ എൻ്റെ മോഹം മറന്നാലും ഞാൻ ഒരിക്കലും നിങ്ങളെ മോഹം മറക്കില്ല, ഇതിനൊക്കെ ഞാൻ എന്തായാലും അത് ചെയ്യുക തന്നെ ചെയ്യും. നയന പറയുന്നുണ്ട്, ഞാൻ മോളെ SI വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് നാട് വിടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുകയാണ്. കാര്യം ഇനി അവർക്ക് അടുത്ത അന്വേഷണം വരികയാണെങ്കിൽ ഇവർ പ്രതിയാവുമല്ലോ, അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഇവർ കുറേ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഭീഷണി പോലെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതായത് രേണുക പറയുന്നുണ്ട്, നമ്മളെ ഏൽപ്പിച്ച അയാളങ്ങ് പോയല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, അയാൾ ഉത്തരവാദിത്തമാണ് നമ്മളെ ഈ കേസിൽ നിന്ന് ഊരുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അയാളും കുടുങ്ങും എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് അനാമികയുടെ വീടാണ് കേട്ടോ. അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അനാമിക ഫോണും ചെയ്യുന്നുണ്ട്. അവിടെ വിളിക്കുന്നത് വേണുവിനെയാണ് കേട്ടോ, അച്ഛനെയാണ് വിളിക്കുന്നത്. കാര്യം ഇത്ര നേരമായിട്ട് ഒരു റിസൾട്ട് വന്നില്ലല്ലോ, ഒന്ന് വിളിച്ചും പറഞ്ഞില്ലല്ലോ, എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രാവശ്യം കൊണ്ട് അവൾ അനാമിക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ. അപ്പോൾ അച്ഛൻ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുകയാണ് അനാമിക, എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ. അപ്പം രേവതി പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മളെ കണ്ട് നേരിട്ട് ഈ സന്തോഷ വാർത്ത പറയാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയാണ്, എന്താ നേരിട്ട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഫോൺ വിളിച്ച് പറയാൻ പറ്റത്തില്ലേ, ഇത്രയും അറിയാത്തതുകൊണ്ട് ഒരു ഇതുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞ സമാധാനം, നാളെ നമുക്ക് എന്തായാലും അവളെ പോയി ജയിലിൽ പോയി കാണാം, മോള് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അവളെന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് പറയുകയൊക്കെയുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കിട്ട് അവരറിഞ്ഞിട്ടില്ല. കാര്യം വേണു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് നന്ദുവിനെ വെറുതെ വിട്ടതാണെന്നും ഒന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പം അവളെ ജയിലിൽ കൊണ്ടുപോകും എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അനാമയെ പറയുന്നുണ്ട്, എനിക്ക് അവളെ മാത്രമല്ല ആ നവ്യയെയും കണ്ടുകൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം, അവൾക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. കാര്യം ആ പാല് വിഷം ചേർത്തത് നമ്മളാണെന്നും അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പിന്നെ അതും കുത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും അവൾ വരുന്നത്. കുത്തിപ്പിക്ക് കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനം പ്രതികളാവും. അതുകൊണ്ട് നീ അവളടുത്ത് ഇടപെടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടപെടാൻ. അവളടുത്ത് കൂടുതലായിട്ട് ഉടക്കാനൊന്നും പോണ്ടെന്നൊക്കെ ഇങ്ങനെ രേവതി അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അനാമി പറയും, എനിക്ക് അവരെയൊക്കെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ്, എനിക്ക് അവരൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയണം കേട്ടോ. അടുത്തായിട്ട് നയനയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഗോവിന്ദൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. മക്കളെ കാണുന്നില്ലല്ലോ, ആ ഒരു ടെൻഷൻ്റെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. എന്തായെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് കനക വരുന്നുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നും തിന്നാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, വന്ന് എന്തെങ്കിലും കഴിക്കുക, ഗുളിക മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ, നീ കഴിച്ചായിരുന്നോ? ഇല്ല, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുകയാണ്, മക്കൾ വരട്ടെ, എന്തായെന്ന് അറിയാതെ എനിക്ക് ഒന്നും കഴിച്ചാലും ഇറങ്ങത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായോ എന്നുള്ള ആദിയിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്കൊരു കാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പം കാറ് വന്ന് നിന്നിട്ട് നയനയും നവ്യയും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മോളില്ലേ എന്നുള്ള ആദിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദ അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമാവണം, അയ്യോ മോള് വന്നോ എന്നുള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കനക ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവും നയനയും നവിയും കൂടെ ഇങ്ങനെ വീട്ടിലോട്ടിങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതും കനക ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മോളെ എന്ന് വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമാവേണം കേട്ടോ. അവർ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടുടനെ ഇത് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇന്നലെ ആദർശ നിരാശയോടെയൊക്കെ ഇതിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ ടെൻഷൻ അടിച്ചാണ്, ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ടെൻഷൻ അടിച്ചാണ് ഇരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അത്രയ്ക്ക് നല്ല വക്കീലായിരുന്നല്ലേ വാദിച്ചത് മോക്ക് വേണ്ടി, അതുകൊണ്ടല്ലേ ഇത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ ഇങ്ങനെ ഒരു കള്ളച്ചിരിയോടെ ഇങ്ങനെ നവ്യയെയും അതുപോലെ നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാര്യം അഡ്വക്കേറ്റ് അല്ലല്ലോ വാദിച്ചത്, നന്ദു അല്ലേ വാദിച്ചത്, അതിൻ്റെ ഒരു ഇതിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് അല്ല മിടുക്കനായത്, അച്ഛൻ്റെ മോളാണ് മിടുക്കി എന്ന് പറയുന്നുണ്ട്. കാര്യം ഈ കേസ് വാദിച്ചത് നന്ദുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഗോവിന്ദനും കനകയും കൂടെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് മനസ്സിലാവാതെ. പറയാം, ഇല്ല അച്ഛാ, അത് വാദിച്ചത് നന്ദുവാണ്, നന്ദുവിൻ്റെ കേസ് നന്ദു തന്നെയാണ് വാദിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം കനക പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയുന്നുണ്ട്. പറയണ്ട. അപ്പം നന്ദു പറയാണ്, അത്രയ്ക്ക് ഇത് വാദിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു അച്ഛാ, അതുപോലെ തന്നെ ഇതിനുള്ള എല്ലാ തെളിവുകളും അഡ്വക്കേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കാണിച്ചപ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലായി ഞാൻ നിരപരാധിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് എല്ലാവർക്കും. നന്ദു പറയണു, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കോടതി ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വെറുതെ വിടുകയാണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഗോവിന്ദൻ പറയണം, ഇത്രയും നേരം നെഞ്ചിൽ തീയായിട്ടാണ് ഇരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം കനക പറയുന്നുണ്ട്, അത് ശരിയാ, ഇത്രയും നേരിട്ട് ഒരു വക കഴിച്ചിട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. കനകയെ അങ്ങനെ തന്നെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, അയ്യോ ഇത്രയും നേരം നിങ്ങളൊന്നും കഴിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന. അപ്പോൾ പറയുന്നുണ്ട്, ഇതാ നവ്യയുടെ വയറ്റിൽ ഒരാളും കൂടെ ഉള്ളതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പം കനക പറയണം, അയ്യോ ഞാൻ അത് ഓർത്തില്ല, മോളെ നമുക്ക് വല്ലതും കഴിക്കാം, എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ അമ്മ എന്ന്. അതിനെന്താ, നമ്മൾ പെട്ടെന്ന് ഞാൻ ദോശമാവ് ഇരിപ്പുണ്ട്, പെട്ടെന്ന് ദോശ ചുട്ട് എല്ലാവർക്കും തരാം, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നവ്യ നയനെ അകത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ ട്രെയിനിങ് കഴിയുന്നവരെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടരുത്, ഇനി അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ നന്ദുവും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ അടുത്തതായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്.
അടുത്തായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ ഡൈനിങ് ടേബിളിൽ. അപ്പോൾ നന്ദുവിന് ഗോവിന്ദനും കനകയൊക്കെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയാണ്, എന്തായാലും ആ അനാമിക കാത്തിരിപ്പുണ്ട്, നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുപോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അവൾ മാത്രമല്ല അനന്തപുരിയിൽ ചിലരൊക്കെയും ഇങ്ങനെ കാത്തിരിപ്പുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്തായാലും അവരൊക്കെ ഇപ്പം അറിഞ്ഞു കാണത്തില്ലേ എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല എന്തായാലും ഇത്ര പെട്ടെന്ന് കോടതി പിരിഞ്ഞാണോന്ന് അവരൊന്നും വിചാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കനക പറയുന്നുണ്ട്, കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വരാത്തത് വളരെ നഷ്ടമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ കനക. അപ്പോഴും നയന പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അമ്മ, എവളാണ് ഇങ്ങനെ വാദിക്കുന്നത്, ഞങ്ങൾ തന്നെ ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്, എവള് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു എന്നൊക്കെ. ആ സമയത്ത് എവള് വാദിക്കുന്നത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ടെൻഷൻ അടിച്ചാണ് ഇരുന്നത്, എവള് എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ. അപ്പം നവ്യ പറയാണ്, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കുന്നത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവളെ ഇനി അടുത്ത് ജയിലിൽ പോയി കാണേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്, അത്രയ്ക്കാണ് അയാൾ വാദിച്ചതെന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, നന്ദുവിനെ ജയിലിൽ കൊണ്ടുപോകുന്ന കാര്യം ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് പറയുമെന്നുള്ള ടെൻഷനിലാണ് ഞാൻ അവിടെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. മാരാർ വക്കീൽ എന്നെ കാണാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തെളിവിൻ്റെ കാര്യങ്ങളും CCTVയിലുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കേസ് ഞാൻ തന്നെ വാദിച്ചോളാം എന്നുള്ളത്. അപ്പോൾ അത് മാരാർ സാറും അംഗീകരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.